അങ്ങനെ ഏഷ്യയുടെ ചരക്ക് ഗതാഗതത്തിന്റെ ഹബ്ബായി വിഴിഞ്ഞം തുറമുഖം മാറാൻ ഇനി നിസാര വർഷങ്ങളുടെ അകലം മാത്രം. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറുമ്പോൾ ഒരു വെറൈറ്റിക്ക് കുറച്ച് തമ്മിത്തല്ലായാലോ? വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് അതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ എല്ലാ നേതാക്കളും മത്സരാണ്. വിഴിഞ്ഞം തുറമുഖത്തിലെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ലോക ഭൂപടത്തിൽ ഇന്ത്യ സ്ഥാനം പിടിച്ചെന്നാണ് നമ്മുടെ നേതാക്കളൊക്കെ പറയുന്നത്. നോക്കിക്കോ, ഇനി നമുക്ക് വെച്ചടി കേട്ടായിട്ട് ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ് ഈ നിമിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം. സത്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല, അയൽ രാജ്യങ്ങൾക്ക് കൂടി ഉതകുന്നതാണ് ഈ വലിയ തുറമുഖത്തിന്റെ സാന്നിധ്യം. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെല്ലാരും കൂടി ആഘോഷിക്കുമ്പോ ആ പാവം പ്രതിപക്ഷ നേതാവിനെ നൈസായി ഒഴിവാക്കിയില്ലേ? ഇപ്പൊ കയ്യില് ഭരണം നിങ്ങൾക്കല്ലേ, അതുകൊണ്ട് മുതലെടുക്കാണല്ലേ. കഴിഞ്ഞ കാലത്തൊക്കെ വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിച്ച് ഞങ്ങളുടെ സതീശേട്ടനെ വിഷമിപ്പിക്കല്ലേ. ഉദ്ഘാടന പരിപാടിയുടെ പുറത്തും അതിന്റെ അകത്തും പ്രതിപക്ഷത്തുള്ളവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാഞ്ഞത് മോശമായി എന്ന്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആരും മൈൻഡാക്കിയില്ല. വിവിധ ഗവൺമെന്റുകൾ ഈ കേരളത്തിന്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. ആ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം. വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന്. ആരും ബഹളം വയ്ക്കരുത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിന് നമ്മുടെ കോംറേഡ്സിന് വ്യക്തവും സ്പഷ്ടവുമായ വിശദീകരണം നൽകാനുണ്ട്. ഇവിടെ ആരെയും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ഇതിന്റെ ആദ്യത്തെ ഷിപ്പ് വന്നപ്പോൾ ക്ഷണിച്ചിരുന്നു. എല്ലാ കൂട്ടരെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ മീറ്റിംഗ് നടന്നു. നാളെ നടക്കുന്നത് ട്രയൽ റൺ മാത്രമാണ്. ഇനി വീണ്ടും ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എന്ന് പറയുന്നതും കമ്മീഷൻ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വരാൻ പോകുന്നേ ഉള്ളൂ. അത് സെപ്റ്റംബർ ഒക്ടോബർ മാസമാകും. ആ സമയത്തേക്ക് എല്ലാവരും ക്ഷണിക്കും. ഒരു ട്രയൽ റൺ നടക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളെയാണ് ഞങ്ങൾ ക്ഷണിച്ചത്. അതെ, പ്രാദേശിക നേതാക്കളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. സംശയമുള്ളവർ അതങ്ങോട്ട് നോക്കൂ. ഇതിൽ പ്രാദേശിക നേതാക്കൾ മാത്രമല്ലല്ലോ ഉള്ളത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി, തുറമുഖ മന്ത്രി, സർക്കാർ പ്രതിനിധികള്, അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. ശരി, അപ്പൊ ശരിക്കും ഞങ്ങളുടെ സതീശേട്ടനെ ഒഴിവാക്കിയതാണല്ലേ? അല്ലെങ്കിലും സർക്കാരിന് അത്രയല്ലേ മര്യാദയുള്ളൂ. മര്യാദയുള്ള ഒരു സർക്കാർ അല്ലല്ലോ. പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് വേണ്ടേ? ആ ഒരു നല്ല മനസ്സുണ്ടെങ്കിലല്ലേ അവരെയൊക്കെ വിളിക്കുള്ളൂ. അവിടെ ഞാനൊക്കെ അതിനകത്തൊരു പുത്തരിയൊന്നുമല്ല. ഇതൊരു വളരെ വളരെ ഓൾഡ് ടൈപ്പ് ആളുകളാണ്. പിണറായി വിജയനൊക്കെ കാലഹരണം വന്നൊരു നേതാവാണ്. അവരിൽ നിന്നൊന്നും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. പ്രാദേശിക നേതാക്കളെയാണ് ക്ഷണിച്ചതെന്നല്ല വാസവൻ സഖാവ് പറയണത്. രാഷ്ട്രീയ നേതാക്കളെ വിട്. അവിടുത്തെ ലത്തീൻ സഭയെയോ ഫാദർ യുജിൻ പെരേരയോ ക്ഷണിച്ചിട്ടുണ്ടോന്ന് നോക്കാം. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോ തീരദേശവാസികളുടെ ആവലാതികളൊക്കെ അവതരിപ്പിച്ച് സംസാരിച്ചത് അച്ഛനായിരുന്നല്ലോ. ആരും ഔദ്യോഗികമായി ഞങ്ങൾ വിളിച്ചിട്ടില്ല. ആർച്ച് ബിഷപ്പിന്റെ പേര് വച്ച് ഞാൻ കേൾക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ് അറിയുന്നത്. ഒരു നോട്ടീസ് വന്നതായിട്ട് അറിയുന്നു. പക്ഷേ ഈ സംസ്ഥാനം പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ ആർച്ച് ബിഷപ്പിനെ പോലുള്ള ഒരാള് വലിച്ചൊഴിക്കുമ്പോൾ അതിന്റെയൊക്കെ ഉദ്ദേശവും സതുദ്ദേശവും ദുരുദ്ദേശവും മനസ്സിലാക്കണം. ഓഹോ, അപ്പൊ അവനവന് ബോധിച്ചവരെ മാത്രാണല്ലേ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്? നല്ലൊരു ദിവസമായിട്ട് ഇനി അതില് പരാതി വേണ്ട. പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ എല്ലാരെയും ക്ഷണിക്കുന്നു വാസവൻ സഖാവ് വാക്ക് തന്നിട്ടുണ്ട്. വരൂ, ഇനി നമുക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ കുറിച്ച് അടിയുണ്ടാക്കാം. അല്ല, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ സന്തോഷം പങ്കുവയ്ക്കാന്ന് പറയാം. കാരണം പലവിധത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് ഈ മദർഷിപ്പ് ഇവിടെ എത്താൻ ഇടയായത്.
അവർ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ ഒരു വലിയ വിജയം എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ചിലപ്പം അവസാനത്തെ ഗോൾ അടിച്ച അവരാണ് എന്നുള്ളത് കൊണ്ട് ഈ പന്തുകളിൽ അവർ പകുതി ഭാഗത്തുണ്ടായിരുന്നില്ല. ഹാഫ് ടൈം കഴിഞ്ഞാണ് അവരിതിനകത്ത് വരിക പോലും ചെയ്തത്. എന്നാലും അവരുടെ ഒരു പ്രത്യേക സ്വഭാവം വെച്ച് അതെല്ലാം ഞങ്ങളാണ് എന്നങ്ങ് പറയും. അതെങ്ങനെ വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സാറിന്റെ മാത്രം പ്രയത്നാവും? ഇതില് കെ കരുണാകരന്റെയും ഇ കെ നായനാരുടെയും എ കെ ആന്റണിയുടെയും പിണറായി വിജയന്റെയും ഒക്കെ എഫേർട്ട് ഇല്ലേ? 2009 നവംബർ 13 പദ്ധതി പഠനത്തിനായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടികളാവും. പിന്നെ കേസും നിയമ നടപടികളും ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തേ കേസും സമരവും ഒക്കെ പറഞ്ഞു വന്നപ്പോ എന്റെ ഒച്ച താഴ്ത്തിയത്? വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഒരു സൈഡിൽ പ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മുടെ കോമ്രേഡ്സിന് പെട്ടെന്നൊരു അരിശം കയറി. എന്ത് UDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നോക്കുന്നു? നടക്കില്ല മക്കളെ. വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നാണ് വസ്തുത. അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി. ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിത താല്പര്യത്തോടെ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. കറ്റ് മുഖ്യമന്ത്രി ആ പറഞ്ഞത് കറക്റ്റ്. ആരാണ് ആ സ്ഥാപിത താല്പര്യക്കാർ? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഈ മത്സ്യബന്ധനത്തിന് തടസ്സമാകും, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുമെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിയായി അദ്ദേഹം അവിടെ ഇത് മുഴുവൻ തന്റെ ക്രെഡിറ്റായി പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, അത് ജനങ്ങൾ ചോദിക്കുന്നു. എന്റെ സാധ്യ ചേട്ടാ, നിങ്ങൾ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒന്ന് നിർത്ത്. വിഴിഞ്ഞം പദ്ധതിയിലെ ഇടതിന്റെ ഇടപെടൽ ഇവിടെ എല്ലാവർക്കും അറിയണതാണ് കേട്ടാ. വിഴിഞ്ഞത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുന്നിൽ നിന്നത് തന്നെ 2006 VS അച്യുതാനന്ദന്റെ സർക്കാരാണ്. അല്ല, പറയുമ്പോ നമ്മളെല്ലാം പറയണല്ലോ. സുരേന്ദ്രൻജി, ഇതിനി എന്താണോ വേണ്ടത്? എന്തുണ്ട് വിശേഷം? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായതും വയബിൾ ഗ്യാപ്പ് ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായങ്ങൾ ദ്രുതഗതിയിൽ പ്രഖ്യാപിക്കുന്നതും കേന്ദ്രം ഫണ്ട് അനുവദിച്ചതും ചുവപ്പ് നാടയിൽ നിന്ന് വിഴിഞ്ഞത്തെ മോചിപ്പിച്ചതും നരേന്ദ്രമോദി സർക്കാരാണ്. ഇതും കൂടിയായപ്പോ തിരുപ്പതിയായി. ഉദ്ഘാടനത്തിന്റെ അന്ന് പോലും അവകാശവാദം പറഞ്ഞ തർക്കാണ്. പദ്ധതിക്ക് ആദ്യം തടസ്സം നിന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കണമായിരുന്നു എന്ന് വേദിയിൽ M. വിൻസെന്റ് MLA. ഞങ്ങളെയും ക്ഷണിച്ചിട്ടില്ല എന്ന് ഫാദർ യുജിൻ പെരേര. വിഴിഞ്ഞം പദ്ധതി UDFന്റെ കുഞ്ഞാണെന്ന് VD സതീശൻ. അങ്ങനെ അടിയോടടി. 1940കളില് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് കണ്ടു തുടങ്ങിയതാണ് വിഴിഞ്ഞം എന്നുള്ള സ്വപ്നം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തുനിന്ന് ആ സ്വപ്നം കളറായി മാറാൻ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണ ഒരുപാട് ആളുകൾ പ്രയത്നിച്ചിട്ടുണ്ട്. 3 കൂട്ടരോടും കൂടി ചോദിക്കുകയാണ്, ചരിത്രം എല്ലാം അറിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ എന്റെയാണെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കാൻ എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ നിങ്ങളെ കൊണ്ട് മാത്രം പറ്റുള്ളൂട്ടാ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.